പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ജോൺ സിന പരാജയപ്പെട്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ജോൺ സിനയുടെ പരാജയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, ആ മത്സരത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും ആ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ ആരംഭം കുറിക്കുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും NXT ചാമ്പ്യനായ ഒബ ഫെമി എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് റെസ്ലറും തമ്മിലുള്ള മത്സരത്തോട് കൂടിയിട്ടാണ്. ഈ മത്സരം ആദ്യമായിട്ടാണ് ഇവർക്ക് തമ്മിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വലുതായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിന് പറ്റിയ ആദ്യ 5 മിനിറ്റുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോഡി റോഡ്സിനെ നിലം പരിശാക്കിക്കൊണ്ടുള്ള ഒബ ഫെമിയുടെ പെർഫോമൻസ് ആയിരുന്നു ഈ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതിന് മുൻപ് വരെ നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഒബ ഫെമിയുടെ ആ ഓടി വന്നിട്ട് കോഡി റോഡ്സിനെ സ്പൈൻ ബസ്റ്റർ എന്ന് പറയുന്ന മൂവ് അടിച്ച് ആക്രമിക്കുന്ന ആ ഒരു മൊമെൻ്റൊക്കെ അതിഗംഭീരമായിരുന്നു. കൂടാതെ ഒബ ഫെമി എന്ന് പറയുന്ന റെസ്ലർ ഒരു പക്ക പവർ ഹൗസ് ക്യാരക്ടറാണ് എന്നുള്ളത് അവർ ആ ഒരു 9 മിനിറ്റിൽ അവർ കാണിച്ചിട്ടുണ്ട്. 9 മിനിറ്റ് മാത്രമാണ് ആ ഒരു മത്സരം ഡിസ്ക്വാളിഫിക്കേഷന് മുൻപ് ഉണ്ടായിരുന്നത്. 9 മിനിറ്റിന് ശേഷം ഡ്രൂ മാക്കൻഡയർ വരുന്നതും ഡ്രൂ മാക്കൻഡയർ മത്സരം ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കുന്നതും പിന്നീട് ഒബ ഫെമിയുമായിട്ടുള്ള വാക്ക് തർക്കത്തിൽ ഒബ ഫെമി ഡ്രൂ മാക്കൻഡയറിനെ എടുത്തടിക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാനം കോഡി റോഡ്സും ഒബ ഫെമിയും പരസ്പരം കൈകളൊക്കെ പൊക്കി ഇവനാണ് താരം അവനാണ് താരം എന്നുള്ളതൊക്കെ കാണിച്ച് ഈ NXTയിൽ നിന്ന് വരുന്ന റെസ്ലറും യുവതാരവുമായതുകൊണ്ട് തന്നെ ഒബ ഫെമി ഫ്യൂച്ചറാണ് എന്നുള്ളതും കോഡി റോഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ ആ ഒരു മത്സരം അതിനുശേഷമുള്ള ഭാഗങ്ങളും അവസാനിക്കുന്നതാണ് നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചത്. ഈ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിൽ അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻ ആർക്കെങ്കിലും കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടുമായിരുന്നു. അതിപ്പോൾ ഒബ ഫെമി കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിയാൽ ഒബ ഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യും. ഇതിപ്പോൾ ഒരു സാധാരണ റോ സ്മാക്ഡൗൺ പോലെയുള്ള വീക്കിലി എപ്പിസോഡുകളിലൊക്കെ നടത്തുന്ന പോലെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ കൊടുത്തതും ആ തുടക്കത്തിലെ മത്സരത്തിൻ്റെ അതുവരെ കൊണ്ടുവന്ന ഒരു ഹൈപ്പിനെ നല്ല രീതിയിൽ ബാധിച്ചു. പക്ഷേ സ്റ്റോറി അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഡ്രൂ മാക്കൻഡയർ കോഡി റോഡ്സിനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ ഒരു സംഭവത്തെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതവർക്ക് ഈ ഒരു ഷോയിലൂടെ കാണിക്കാനും സാധിച്ചു. പക്ഷേ ഒരു മിക്സ്ഡ് റിയാക്ഷനാണ് ഈ തുടക്കത്തിലെ ഈ എൻഡിങ്ങിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് NXTയിൽ നിന്ന് വന്ന സോൾ റൂക്ക എന്ന് പറയുന്ന റെസ്ലറും മെയിൻ റോസ്റ്ററിലെ വെറ്ററൻ റെസ്ലറായ ബെയ്ലിയും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. സോൾ റൂക്കയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടാഗ് ടീം പാർട്ണറായ സാരിയ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. ബെയ്ലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാർട്ണറായ ലൈറ വൽക്കീരിയ എന്ന് പറയുന്ന റെസ്ലർ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. സോൾ റൂക്ക എന്ന് പറയുന്ന റെസ്ലറിനെ NXT ഫോളോ ചെയ്യുന്നവർക്ക് വളരെ പരിചിതമായിരിക്കും. NXTയിൽ സോൾ റൂക്കയുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ലെവലുണ്ട്, ആ താരമെടുക്കുന്ന റിസ്ക് ഉണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ ഷോയിൽ കാണാൻ സാധിച്ചത്. NXT ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് സോൾ റൂക്കയുടെ ഈ ഒരു അക്രോബാറ്റിക് സ്കിൽസ് അത് ഞെട്ടലുണ്ടാക്കിയ ഒരു പോയിന്റ് ആയിരിക്കില്ല. പക്ഷേ മെയിൻ റോസ്റ്റർ ഷോസ് റോ സ്മാക്ഡൗൺ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് മാത്രം കണ്ടുവരുന്ന ആരാധകരെ സംബന്ധിച്ച് സോൾ റൂക്ക അവർക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ NXT ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സോൾ റൂക്കയുടെ ഇത്തരത്തിലുള്ള സ്കിൽസ് NXT പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ താരത്തെ മറ്റുള്ള റെസ്ലേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഈ ഒരു മൊമെൻറ്റ്സ് തന്നെയാണ്. അത് നമുക്ക് ഇന്നത്തെ ഷോയിൽ ഉടനീളം കാണാൻ സാധിച്ചു. ബെയ്ലി എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെതിരെ സോൾ റൂക്കയുടെ മാച്ച് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾ റൂക്കയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സോൾ റൂക്കയുടെ സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാച്ച് തന്നെ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് ഇവൻറ്റിലേക്ക് വെക്കുന്നത് എന്ന്. അത് തന്നെയാണ് റിസൾട്ടിലും പ്രതിഫലിച്ചത്. സോൾ റൂക്ക പിൻഫോളിലൂടെ ബെയ്ലിയെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഇവർ 4 പേരും റിംഗിൽ നിന്ന് ആ കൈ പൊക്കി നിർത്തുന്ന ആ ഒരു മൊമെൻറ്റും കൂടി കാണിച്ച് ആ ഭാഗങ്ങൾ അവസാനിക്കുന്നതായി കാണാൻ സാധിച്ചു. മൂന്നാമതായി നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം NXTയിൽ നിന്ന് വരുന്ന യുവതാരമായ ജിവോൺ എവൻസ്, TNA റെസ്ലിംഗ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലൈഡർ എന്ന യുവതാരം അവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ നമുക്കറിയാം AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്.
പക്ഷേ NXTയിൽ നിന്ന് വരുന്ന ഈ ഒരു ടീമിന് എത്തരത്തിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. അപ്പോൾ ഈ മത്സരത്തിന് വേണ്ടി കാത്തിരുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് ആ മത്സരത്തിൻ്റെ അവസാന ഭാഗത്തെ AJ സ്റ്റൈൽസിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബോച്ച് സംഭവിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാകും. ഒരു ഹൈ ഫ്ലൈങ് തലത്തിലുള്ള മത്സരം തന്നെയായിരുന്നു. AJ സ്റ്റൈൽസ് ആയാലും ഡ്രാഗൻ ലീ ആയാലും ലിയോൺ സ്ലേറ്റർ ആയാലും ജിവോൺ എവൻസ് ആയാലും അവർ NXTയിലും ഇപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ ടീം മെയിൻ റോസ്റ്ററിലുമൊക്കെ കാഴ്ചവെക്കുന്ന ആ ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഉണ്ട്. അത് ഇന്നത്തെ ഷോയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഭയങ്കര സ്പീഡ് ആൻഡ് ഫേസ് ഉള്ള ഒരു മത്സരമായിരുന്നു. ആ ഒരു പേസ് അവർ ഈ ഒരു മത്സരത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലൈങ് മൂവ്സൊക്കെ ഒന്നിന് പകരം ഒന്നിങ്ങനെ ചെയ്ത് വരുന്നത് കാണുമ്പോൾ തന്നെ ആ ഒരു മാച്ച് ആ ഒരു പേസിൽ തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. മത്സരത്തിൽ ഡ്രാഗൻ ലീ അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മറ്റ് സംഭവങ്ങളൊന്നും ഇതിൽ സംഭവിച്ചില്ല. ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ജോൺ സിനയുടെ പ്രശസ്തമായ സെല്യൂട്ട് ആ ജസ്റ്ററുണ്ട്, അത് ഈ 4 പേരും റിംഗിൽ ഒരേ സമയം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചു. പിന്നീട് ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ചിന് കാത്തിരുന്ന നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ദ മിസ് റിംഗിലേക്ക് വരുന്നു. മിസ് ജോൺ സിനയുടെ അവസാനത്തെ എതിരാളിയായിട്ട് ആ ടൂർണമെൻറ്റിൽ വിജയിക്കാൻ സാധിക്കാതിരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഫ്രസ്ട്രേഷൻസ് പങ്കുവെക്കുന്നു. അങ്ങോട്ടേക്ക് R-Truth എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലർ വരുന്നു. R-Truth പറയുന്നുണ്ട്, നീ ആ ഒരു ഫൈനലിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത് അത് കള്ളത്തരം കാണിച്ചിട്ടാണ്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ നിൻ്റെ പേരല്ല വരേണ്ടിയിരുന്നത്, മറ്റൊരാളുടെ പേരാണ് വരേണ്ടിയിരുന്നത്. ആ പേര് ആ ഒരു ബോൾ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് അത് കാണിക്കുന്നു. അത് ജോ ഹെൻറി ആണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. ആ ജോ ഹെൻറി വരുന്നു, ദ മിസിനെ ആക്രമിക്കുന്നു. ജോൺ സിനയുടെ പ്രശസ്തമായിട്ടുള്ള ആ മൂവ്സ്, 5 നക്കിൾ ഷഫിൾസ് എന്ന് പറയുന്ന മൂവ്സൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഇരുവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റോട് കൂടി ആ ഒരു സെഗ്മെൻറ്റും അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ ഷോയുടെ മെയിൻ ഇവൻറ്റ് നമ്മളെല്ലാവരും ആവേശത്തോടെ അതുപോലെ തന്നെ സങ്കടത്തോടെ കാത്തിരുന്ന ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ചായിരുന്നു. ജോൺ സിനയും ഗന്ധറും തമ്മിലുള്ള ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ജോൺ സിനയ്ക്ക് ഒട്ടും വിജയസാധ്യത ഇല്ലാതിരുന്ന മത്സരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഒരു ലെജൻഡ് റെസ്ലറിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിൽ ആ റെസ്ലറിനെ WWE സാധാരണ വിജയിപ്പിക്കാറില്ല. ജോൺസിനയുടെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ജോൺസിനയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് അത് മാത്രമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് നല്ല രീതിയിൽ ഫുൾഫിൽ ആകുന്നത് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. കാരണം ജോൺസിന പെട്ടെന്ന് പരാജയപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ജോൺസിന അതിദയനീയമായി പരാജയപ്പെടുന്നതായിട്ടോ നമുക്ക് കാണാൻ സാധിച്ചില്ല. ജോൺസിന പോരാടി. ജോൺസിനക്ക് കുറച്ചധികം മിനിറ്റുകൾ ഈ മത്സരത്തിൽ പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി ലഭിച്ചു. ഗന്ധർ നമുക്കെല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ജോൺസിനയെ നിലം പരിശാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ ഗന്ധർ എത്ര സമയമാണ് ആ ഒരു സ്ലീപ്പർ ഹോൾഡ് എന്ന് പറയുന്ന സബ്മിഷൻ ഇട്ടത്? അത്രയും സമയം ജോൺസിനെ പിടിച്ചു നിന്ന പോലെ അവർ കാണിച്ചു എന്നുള്ളത് കാണിക്കുമ്പോൾ തന്നെ സൂപ്പർ സീന എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു ലെവൽ, അവർ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫാൻസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അവസാനത്തെ ഒരു സീനയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ സൂപ്പർ സീന ഇന്ന് ആ ഒരു റെസ്ലർ ഇനി റിങ്ങിലേക്ക് വരില്ല. അപ്പോൾ അവസാനത്തെ മത്സരത്തിൽ സീനയെ എത്ര മിനിറ്റോളം അവർക്ക് ഈ പ്രായത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, അത്രയും മിനിറ്റ് അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ല ഇതൊരു ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ദിവസത്തിൽ നടന്ന മത്സരമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്ലീപ്പർ ഹോൾഡ് രണ്ടാമത്തെ വട്ടം ഇട്ടപ്പോൾ തന്നെ ജോൺസിന ഒന്നെങ്കിൽ പാസ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും, ജോൺസിന റെസ്പോണ്ട് ചെയ്യാത്ത മത്സരം അവസാനിച്ചിട്ടുണ്ടാകും. ഈ റിട്ടയർമെൻറ്റ് മാച്ചിൽ ജോൺസിന കുറേയധികം നിമിഷം ഈ സ്ലീപ്പർ ഹോൾഡിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യാതെ പാസ് ഔട്ട് ചെയ്യാതെ അതിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ സീനക്ക് പെർഫോം ചെയ്യാൻ നല്ലൊരു അവസരം കൊടുത്തിട്ടുണ്ട്. ജോൺസിന പെട്ടെന്ന് ടാപ്പ് ഔട്ട് ചെയ്തത്, അതായത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സമയത്തല്ല ജോൺസിന ടാപ്പ് ഔട്ട് ചെയ്തത്. ജോൺസിന പെട്ടെന്ന് ടാപ്പ് ഔട്ട് ചെയ്തതിൽ കാണികളുടെ ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ആ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം പെട്ടെന്ന് ഒരു ടാപ്പ് ഔട്ട് അത് ജോൺസിനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ ആ പെർഫോമൻസ് ലെവൽ ഒട്ടും താഴത്തേക്ക് പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗന്ധർ ആയാലും അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു വില്ലൻ റോള് അദ്ദേഹം മാക്സിമം അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മത്സരം ഫുള്ള് കണ്ട കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ക്രൗഡ് ഗന്ധറിനെ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. ക്രൗഡിന് ഗന്ധറിനെ ഇഷ്ടമല്ല. കാരണം സീനയുടെ അവസാനത്തെ എതിരാളിയാണ്, സീനയെ എന്തായാലും നിലംപരിശാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വില്ലന് കൊടുക്കുന്ന അതേ ഒരു രീതിയിലുള്ള ഒരു വെൽക്കമാണ് ഗന്ധറിന് ആ മത്സരത്തിൽ ഉടനീളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ആ ഒരു ഭാഗം ഗിന്തർ അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് കാണികൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കാണികളുടെ ഇഷ്ടതാരമായ ജോൺസണെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗിന്തർ ഈ മത്സരത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് പവർ ബോംബ് ചെയ്യാൻ വേണ്ടി ജോൺസനെ കൊണ്ടുപോയതും പിന്നീട് ജോൺസനെ അവിടെ നിന്ന് തിരിച്ചടിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ന് പറയുന്ന ഫിനിഷർ അടിക്കുന്നതും പിന്നീട് തിരികെ റിങ്ങിലേക്ക് ഇട്ട് പിൻഫോൾ ചെയ്യുന്നതും പിന്നീട് ആ ടോപ്പ് റോപ്പിൽ കയറി അദ്ദേഹത്തിൻ്റെ ലെഗ് ഡ്രോപ്പ് ചെയ്യുന്നതുമൊക്കെ ഗംഭീരമായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. കുറേയധികം എന്ന് പറയുന്ന ഫിനിഷർ ജോൺസനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ അത്രയും തവണ ഗിന്തർ കിക്ക് ഔട്ട് ചെയ്യുന്നതും ഇതിനേക്കാൾ കൂടുതൽ തവണ സ്ലീപ്പർ ഹോൾഡ്സ് ഇടുമ്പോൾ അതിനെ തിരിച്ചടിക്കുന്നതുമായിട്ടുള്ള സീനയുടെ മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ റിട്ടയർമെൻറ്റ് മാച്ചിൽ സബ്മിറ്റ് ചെയ്ത് പാസ് ഔട്ട് ചെയ്ത് അദ്ദേഹം ടൈപ്പ് ഔട്ട് ചെയ്ത് പരാജയപ്പെട്ട ആ മത്സരം അവസാനിച്ച ഉടനെ തന്നെ ഗിന്തർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നീട് ഒഫീഷ്യൽസ്, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള വ്യക്തികൾ, റെസ്ലേഴ്സ് എല്ലാവരും റിംഗ് സൈഡിൽ വരുന്നു. CM അംഗം കോഡി റോഡ്സും അവരുടെ ചാമ്പ്യൻഷിപ്പുമായിട്ട് റിങ്ങിലേക്ക് കയറുന്നു. ജോൺസണയ്ക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അവർ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുന്നു. ജോൺസണയോട് സെലിബ്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ജോൺസൺ ആ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവസാനം ജോൺസണയുടെ ഒരു ഫുട്ടേജും കൂടി കാണിച്ച് അവസാനം ജോൺസൺ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ റിങ് വിട്ട് പോകുന്നതും തൻ്റെ ലാസ്റ്റ് ടൈം മാച്ച് ഇവിടെ അവസാനിച്ചു എന്നുള്ളത് കാണിച്ച് അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു മൊമെൻറ്റോട് കൂടി ഷോ അവസാനിക്കുന്നു. മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഇതാണ് ജോൺസണയുടെ അവസാനത്തെ റിട്ടയർമെൻറ്റ് മാച്ചിൽ ഷോയിൽ നടന്നത്. വീഡിയോ സംബന്ധിച്ചും ഇവൻറ്റിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.